ഇവൻ്റെ ശല്യം വന്നതോടുകൂടി ആദ്യമൊക്കെ ഭയപ്പെട്ടിരുന്ന കുട്ടി പിന്നീട് ഈ യുവതി പിന്നീട് ഇവൻ്റെ ഭീഷണി കടുത്തതോടുകൂടി പരാതിയുമായി രംഗത്ത് വരികയായിരുന്നു. പരാതി രംഗത്ത് വന്നതോടുകൂടി വലിയ വിവാദമായി. അപ്പോൾ പോലീസ് ഇത് ആരാണെന്ന് ഈ യുവതിക്ക് അറിയില്ല. ആരാണ് യുവതി ഈ പറയുന്ന വന്ന ആളെന്ന് അറിയില്ല. അങ്ങനെ CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയപ്പോൾ ഈ ജ്ഞാനശേഖരനാണ് എന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെട്ടു. കാര്യം CCTVയിൽ ഇവനുണ്ട്, വരികയും പോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഇവനാണെന്ന് പിടികിട്ടി ഇവനെ പിടികൂടിയപ്പോഴാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഇവൻ ഉദയനിധി സ്റ്റാലിനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഫോട്ടോസ് ധാരാളമുണ്ട്. ഇവൻ DMKയുടെ പ്രവർത്തകനാണെന്ന വിവരങ്ങളൊക്കെ പുറത്ത് ആരോപണം വിവരങ്ങളുമൊക്കെ പുറത്തു വന്നു. ഇവൻ DMKയുടെ കൊടിയുമായിട്ടൊക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. അങ്ങനെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഇത് വലിയ ADMKയും BJPക്കും ഒക്കെ ഇത് ഏറ്റെടുത്തുകൊണ്ടും ഒപ്പം അണ്ണാ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഇത് ഏറ്റെടുത്തുകൊണ്ടും വലിയ സമരത്തിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് സ്നേഹ IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള സ്നേഹയെ ചുമതലയിൽ ഒരു SIT രൂപീകരിക്കപ്പെട്ടു. ഈ SIT രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇവനെ പിന്നീട് ഇവൻ്റെ അറസ്റ്റ് നടപ്പാക്കുകയും ഇവന് വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തത്. മൊത്തം 11 കുറ്റമാണ് ഇവനെതിരെ ചുമത്തിയത്. അതിൽ 1 ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, റേപ്പ്, പിന്നെ ഈ കുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളെ മർദ്ദിക്കൽ, പിന്നെ ഗൂഢാലോചന, പിന്നെ ഇങ്ങനെയുള്ള 11 വകുപ്പുകളാണ് മൊത്തത്തിൽ ചുമത്തുന്നത്. 11 തെളിയിക്കപ്പെട്ടു മഹിളാ കോടതി.